വിഷലിപ്തമായ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട 5 ലക്ഷണങ്ങൾ. വിഷലിപ്തമായ ഒരു ബന്ധത്തിൽ ആയിരിക്കുന്നത് ദോഷകരവും ക്ഷീണിപ്പിക്കുന്നതുമാണ്. മാത്രമല്ല അത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും നിരാശരാക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെയും ക്ഷേമത്തെയും ബാധിക്കും. എല്ലാ വിഷലിപ്തമായ ബന്ധങ്ങളും ഒരുപോലെയല്ല, എല്ലാവർക്കും ഒരേ തീവ്രതയില്ല, പക്ഷേ അവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ദോഷം ചെയ്യും. വിഷബാധയുണ്ടാകാമെന്ന് നിങ്ങൾ സംശയിക്കുന്ന ഒരു ബന്ധത്തിലാണെങ്കിൽ, ആരോഗ്യകരമായ ബന്ധങ്ങളും വിഷബാധയുള്ള ബന്ധങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിഗണിക്കുന്നത് സഹായകരമാകും. വിഷകരമായ ബന്ധമായി കണക്കാക്കുന്നത് എന്താണ്? വിഷലിപ്തമായ ഒരു ബന്ധം ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അനാരോഗ്യകരമായ ഒന്നാണ്. അതിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കാവുന്ന ചില വ്യക്തമായ സൂചനകൾ ഉണ്ടായിരിക്കാം. ബന്ധം പോസിറ്റീവും ആരോഗ്യകരവുമായി ആരംഭിച്ചിരിക്കാം, പക്ഷേ പിന്നീട് എവിടെയോ കാര്യങ്ങൾ മാറി, അത് ഒന്നോ രണ്ടോ പങ്കാളികൾക്ക് വൈകാരികമായും അല്ലെങ്കിൽ ശാരീരികമായും ദോഷകരമായി മാറി. ആരോഗ്യകരമായ ബന്ധങ്ങളിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം, പക്ഷേ അവ പൊതുവെ ഗുരുതരമല്ല. സംഘർഷം ബന്ധത്തിന്റെ സ്ഥിരമായ ഒരു പശ്ചാത്തലമല്ല. ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ പങ്കാളികൾക്ക് ന്യായമായ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കഴിയും, കൂടാതെ ബന്ധം സുസ്ഥിരവും സുരക്ഷിതവും ആരോഗ്യകരവുമാക്കാൻ ഓരോ പങ്കാളിയും പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇതിനു വിപരീതമായി, ഒരു വിഷലിപ്തമായ ബന്ധത്തിൽ ഉയർന്ന തലത്തിലുള്ള സംഘർഷവും മത്സരവും ഉണ്ടാകാം, പ്രത്യേകിച്ച് ഒരു പങ്കാളി മനഃപൂർവ്വം വഴക്കുകൾ ആരംഭിക്കുമ്പോൾ. എത്ര ചെറിയ വഴക്കുകളുണ്ടായാലും അവർ കൂടുതൽ മോശമായ ഒന്നിലേക്ക് നീങ്ങാനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. ആരോഗ്യകരമായ ബന്ധങ്ങൾ വേഴ്സസ് വിഷലിപ്തമായ ബന്ധങ്ങൾ. ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയത്തിലാണ്. അവിടെ ഇരു കക്ഷികളും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രണയബന്ധമായാലും കുടുംബാംഗവുമായുള്ള ബന്ധമായാലും എല്ലാത്തരം അടുപ്പമുള്ള ബന്ധങ്ങളിലും ഇത് സത്യമാണ്. ഇത്തരം ബന്ധങ്ങളിൽ പ്രകടമാകുന്ന പ്രധാന പെരുമാറ്റരീതികളാണ് പരസ്പര ബഹുമാനവും പിന്തുണയും. വ്യക്തികൾക്ക് വളരാനും സ്വയം പരിചരണത്തിൽ ഏർപ്പെടാനും സ്വന്തം വികാരങ്ങൾ സംരക്ഷിക്കാനും ശക്തമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാനും കഴിയുന്ന ഒരു അന്തരീക്ഷം അവ വളർത്തിയെടുക്കുന്നു. ഈ ബന്ധങ്ങളുടെ അടിത്തറ വിശ്വാസമാണ്. ഇത് ദുർബലതയും വൈകാരിക അടുപ്പവും അഭിവൃദ്ധി പ്രാപിക്കാൻ അനുവദിക്കുന്നു. ഇത് യോജിപ്പുള്ളതും സംതൃപ്തവുമായ ഒരു പങ്കാളിത്തം സൃഷ്ടിക്കുന്നു. ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് നിങ്ങളുടെ ആത്മാഭിമാനം മെച്ചപ്പെടുത്താനും വിഷാദം, ഉത്കണ്ഠ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ പോലുള്ള മാനസികാരോഗ്യ അവസ്ഥകൾക്ക് പിന്തുണ നൽകാനും കഴിയും. ആരോഗ്യകരമായ ബന്ധങ്ങളിൽ ബന്ധപ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അനാരോഗ്യകരമായ പ്രവൃത്തികളോ മോശം പെരുമാറ്റമോ കൊണ്ട് അവ പരിഹരിക്കപ്പെടില്ല. പകരം പങ്കാളികൾക്ക് ഒരു റിലേഷൻഷിപ്പ് തെറാപ്പിസ്റ്റിനെ സമീപിക്കുകയോ ആരോഗ്യകരമായ ഒരു ചർച്ച നടത്തുകയോ ചെയ്യാം. ആരോഗ്യകരമായ ബന്ധങ്ങളിൽ വഴക്കുകൾ ഉണ്ടാകില്ല എന്നല്ല ഇതിനർത്ഥം, എന്നാൽ ആ വഴക്കുകളിൽ ശാരീരിക ആക്രമം, ഭീഷണികൾ, മറ്റ് പങ്കാളിയുടെ ആത്മാഭിമാനം തകർക്കൽ തുടങ്ങിയ ദുരുപയോഗപരവും നിയന്ത്രിക്കുന്നതുമായ പെരുമാറ്റം ഉൾപ്പെടുന്നില്ല. വിഷലിപ്തമായ ബന്ധത്തിന്റെ 5 ലക്ഷണങ്ങൾ. 1. വൈകാരിക പീഡനം. വിഷലിപ്തമായ ബന്ധങ്ങളിൽ കൃത്രിമത്വം, തരംതാഴ്ത്തൽ, അസൂയ, മറ്റ് തരത്തിലുള്ള വൈകാരിക ദുരുപയോഗം എന്നിവ പലപ്പോഴും സംഭവിക്കാം. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ എപ്പോഴും മോശക്കാരനോ കുറ്റബോധമോ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ഒരു വിഷലിപ്തമായ സൂചനയായിരിക്കാം. ആരോഗ്യകരമായ ബന്ധങ്ങൾ വൈകാരിക നാശനഷ്ടങ്ങൾ വരുത്തുന്നത് ഒഴിവാക്കുക. പങ്കാളികൾ പരസ്പരം തകർക്കുന്നതിനുപകരം വൈകാരികമായി പരസ്പരം പിന്തുണയ്ക്കണം. വിധിയെയോ ഉപദ്രവത്തെയോ ഭയപ്പെടാതെ അവർക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയും. നിങ്ങളുടെ സ്വന്തം ഹോബികൾ നിങ്ങൾ ആസ്വദിക്കുന്നതുപോലെ നിങ്ങളുടെ പങ്കാളി അവ ആസ്വദിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവ ആസ്വദിക്കാനും അങ്ങനെ ചെയ്യുന്നതിലൂടെ പിന്തുണ അനുഭവിക്കാനും കഴിയണം. വൈകാരിക പീഡനം എന്നത് കാലക്രമേണ ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയും തരംതാഴ്ത്തുകയും ചെയ്യുന്ന നിരവധി ചെറിയ പ്രവൃത്തികൾ ചേർന്നതാണ്. ഈ പ്രവൃത്തികളിൽ നിരുപദ്രവകരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറച്ചുവെക്കുന്നതും ഉൾപ്പെടാം. വാക്കാലുള്ള പീഡനം, ഭീഷണിപ്പെടുത്തൽ, നിയന്ത്രണം, വൈകാരിക കൃത്രിമത്വം, അപമാനിക്കൽ, ആശയവിനിമയമില്ലായ്മ, അസൂയ എന്നിവയുൾപ്പെടെ 7 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈകാരിക പീഡനം ശാരീരിക മുറിവുകളോ അടയാളങ്ങളോ അവശേഷിപ്പിക്കില്ലായിരിക്കാം, പക്ഷേ അത് വൈകാരിക അസ്ഥിര സൃഷ്ടിക്കുകയും അത്യന്തം ദോഷകരമാവുകയും പീഡനത്തിന് വിധേയനാകുന്ന വ്യക്തിക്ക് ദീർഘകാല പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. 2. വിഷലിപ്തമായ ബന്ധങ്ങളിലെ ശാരീരിക പീഡനം. ശാരീരിക പീഡനം ആരോഗ്യകരമായ ബന്ധങ്ങളുടെ ഭാഗമല്ല, അത് അടുപ്പമുള്ള പങ്കാളിയുടെയോ ഗാർഹിക പീഡനമോ ആയി കണക്കാക്കപ്പെടുന്നു. ഇത് വിഷലിപ്തമായ ബന്ധത്തിന്റെ ഗുരുതരമായ ലക്ഷണമാണ്. ആരെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കാനോ നിങ്ങളുടെ മേൽ അധികാരം നേടാനോ അവരുടെ ശരീരമോ വസ്തുവോ ആയുധമോ ഉപയോഗിക്കുന്നതിനെയാണ് ശാരീരിക പീഡനം എന്ന് പറയുന്നത്. ഈ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ശാരീരികമായി നിയന്ത്രിക്കുകയോ അടിക്കുകയോ ചവിട്ടുകയോ ശ്വാസം മുട്ടിക്കുകയോ ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തി നിങ്ങളെ താഴ്ന്നവനാണെന്ന് തോന്നിപ്പിക്കുകയോ ചെയ്തേക്കാം. 3. നുണ പറയുകയോ വഞ്ചിക്കുകയോ ചെയ്യുക. ഒരു ബന്ധത്തിൽ കള്ളം പറയുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നത് വളരെ വേദനാജനകമായേക്കാം. കള്ളം പറയുകയോ വഞ്ചിക്കുകയോ ആരോഗ്യകരമായ ബന്ധത്തിന്റെ പതിവ് ഭാഗമല്ല.
കള്ളം പറയലും വഞ്ചനയും പലപ്പോഴും അർത്ഥവത്തായ മാറ്റങ്ങളില്ലാതെ ഒരു ചക്രമായി മാറിയേക്കാം. നിങ്ങളുടെ പങ്കാളി കള്ളം പറയുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും, പക്ഷേ നിങ്ങളുടെ പങ്കാളിയെ നേരിട്ടിട്ടും ആ പെരുമാറ്റങ്ങൾ തുടരും, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ ഭയപ്പെടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തേക്കാം. 4. ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്നത് ഒരുതരം വൈകാരിക ദുരുപയോഗമാണ്. ഇത് ഗ്യാസ് വിധേയമാകുന്ന വ്യക്തിയെ അവരുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംശയിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഗ്യാസ് ലൈറ്റിംഗിന്റെ ലക്ഷ്യം ഒരു പങ്കാളിക്ക് മറ്റേയാളുടെ മേൽ നിയന്ത്രണവും അധികാരവും നേടുക, അല്ലെങ്കിൽ പങ്കാളിയെ ആശയക്കുഴപ്പത്തിലാക്കി അവരുടെ ഓർമ്മകളെ സംശയിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സ്വന്തം തെറ്റുമറയ്ക്കുക എന്നതാണ്. വിഷബാധയുള്ള ആളുകൾ ഒരു പങ്കാളി സ്വന്തം സോളോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തടയാൻ ഈ രീതി ഉപയോഗിച്ചേക്കാം. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ഗ്യാസ്ലൈറ്റ് ചെയ്യുന്നതിന്റെ ചില സൂചനകളിൽ മനഃപൂർവ്വം ആശയക്കുഴപ്പത്തിലാക്കുക, വളരെയധികം വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി കോപിക്കുകയും അലോസരപ്പെടുത്തുകയും ചെയ്യുക, അവർ പറഞ്ഞതോ ചെയ്തതോ ആയ കാര്യങ്ങൾ നിഷേധിക്കുക, കള്ളം പറയുക, നിങ്ങളെ കൈകാര്യം ചെയ്യുക, നിങ്ങളെ അവഗണിക്കുക, നിങ്ങളെത്തന്നെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക, നിങ്ങളെയോ നിങ്ങളോട് യോജിക്കുന്നവരെയോ വിമർശിക്കുക എന്നിവ ഉൾപ്പെടുന്നു. ഒരു വ്യക്തി നിങ്ങളുടെ വീക്ഷണകോണിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണെങ്കിൽ അത് ഗ്യാസ്ലൈറ്റിംഗിന്റെ ലക്ഷണമായിരിക്കാം. 5. അവിശ്വാസവും അനിഷ്ടവും. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും പരസ്പരം മോശമായ കാര്യങ്ങൾ പറയുകയോ വഞ്ചന ആരോപിച്ചുകൊണ്ടോ ആണെങ്കിൽ ഇവ ഒരു വിഷലിപ്തമായ ബന്ധത്തിന്റെ ലക്ഷണങ്ങളായിരിക്കാം. ഇത് പലപ്പോഴും സംഭവിക്കുകയാണെങ്കിൽ അത് അനാരോഗ്യകരമാണെങ്കിൽ പോലും അത് തികച്ചും സാധാരണമാണെന്ന് തോന്നിയേക്കാം. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നോ വിശ്വസിച്ചിരുന്നോ എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം തുടക്കം മുതൽ തന്നെ വിഷലിപ്തമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കാലക്രമേണ അത് വിഷലിപ്തമായി മാറിയിരിക്കാം. ഈ വസ്തുത അംഗീകരിക്കുന്നത് അനാവശ്യമായ വേദന ഒഴിവാക്കാനും നിങ്ങളുടെ ബന്ധത്തിന്റെ സത്യവുമായി ജീവിക്കാനും നിങ്ങളെ സഹായിക്കും. അനാരോഗ്യകരമായ ഒരു ബന്ധം എങ്ങനെ ഉപേക്ഷിക്കാം? ഏതൊരു ബന്ധവും ഉപേക്ഷിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം, പക്ഷേ പലപ്പോഴും ഒരു മോശം ബന്ധം ഉപേക്ഷിക്കുന്നത് കൂടുതൽ തടസ്സങ്ങളോടെയാണ് വരുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ പോകാൻ ഭയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. നിങ്ങൾ ഒരു മോശം ബന്ധത്തിലാണെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രക്രിയയിൽ നിങ്ങളെ സഹായിക്കുന്നതിന് പരിഗണിക്കാവുന്ന ചില ഓപ്ഷനുകൾ ചുവടെയുണ്ട്. 1. ബന്ധസ്രോതസ്സുകൾ പരിശോധിക്കുക. നിങ്ങൾ ഒരു വേദനാജനകമായ ബന്ധത്തിലാണെങ്കിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ നാഷണൽ ഡൊമസ്റ്റിക് വയലൻസ് ഹോട്ട്ലൈൻ പോലുള്ള പ്രാദേശിക, ദേശീയ സേവനങ്ങൾ പിന്തുണ നൽകും. സഹായത്തിനായി ബന്ധപ്പെടുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം, എന്നാൽ നിങ്ങൾ തയ്യാറാകുമ്പോൾ അവിടെ നിരവധി ഉറവിടങ്ങളുണ്ട്. 2. മറ്റ് ബന്ധങ്ങളിൽ നിന്ന് പിന്തുണ ശേഖരിക്കുക. മോശം ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്ന് കരകയറുമ്പോഴോ സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ ഒരു പിന്തുണാ ഗ്രൂപ്പിൽ നിന്നോ ഒരു കൗൺസിലറിൽ നിന്നോ പിന്തുണ ശേഖരിക്കുന്നത് പ്രധാനമാണ്. നിങ്ങളുടെ ബന്ധം നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുമായി വീണ്ടും ബന്ധപ്പെടുന്നത് ബന്ധം മൂലമുണ്ടായ ദോഷങ്ങളിൽ നിന്ന് കരകയറാൻ നിങ്ങളെ സഹായിക്കുന്നതിൽ പ്രത്യേകിച്ചും പ്രധാനമായിരിക്കാം. ഇത് നിസ്സാര വ്യത്യാസമല്ല, കാരണം പല വ്യക്തികൾക്കും കുടുംബവും സുഹൃത്തുക്കളും വീണ്ടെടുക്കലിൽ വലിയ പങ്കുവഹിക്കുന്നു. 3. വിഷലിപ്തമായ ബന്ധങ്ങൾക്ക് തെറാപ്പിയിലൂടെ സഹായം തേടുക. അനാരോഗ്യകരമായ ഒരു ബന്ധമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ ഒരു കൗൺസിലറുമായോ ഫാമിലി തെറാപ്പിസ്റ്റുമായോ ബന്ധപ്പെടുന്നത് സഹായകമായേക്കാം. നിങ്ങളുടെ രോഗശാന്തി വർദ്ധിപ്പിക്കുന്നതിനും ബുദ്ധിമുട്ടുള്ള വികാരങ്ങളെ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന ഉപകരണങ്ങളും കഴിവുകളും അവർ നിങ്ങൾക്ക് നൽകിയേക്കാം. വിഷലിപ്തമായ ഒരു ബന്ധം ആഴത്തിലുള്ള നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, ചില ദുരുപയോഗ കേസുകളിൽ ബന്ധങ്ങളിൽ പോലും ആഘാതത്തിലേക്ക് നയിച്ചേക്കാം. ജീവിതം സുന്ദരമാണ്. ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ. ജീവിതം എപ്പോഴും ആകാംക്ഷ നിറഞ്ഞതായിരിക്കില്ല. സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷയ്ക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും. എങ്കിലും ജീവിതം സുന്ദരമാണ്. കുട്ടിയുടെ ചിരിയിൽ, ഒരു അമ്മയുടെ കരുതലിൽ, ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ. സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടുനിൽക്കുന്നു. ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇല പൊഴിയുന്ന ശബ്ദം പോലെയാണ്. നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട്. ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത്. ചില ദുഃഖങ്ങൾ ജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതം സുന്ദരമാണ്. അതിന്റെ ആഴവും പരപ്പവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.